വെള്ളിത്തിരയിലെ ഹാസ്യ സാമ്രാട്ട് സലിംകുമാറിന് കേരളക്കര വിട നൽകി. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നു. ദീർഘനാളായി അസുഖബാധിതനായിരുന്ന അദ്ദേഹം ശനിയാഴ്ച രാത്രി 10:45ഓടെയാണ് മരണപ്പെട്ടത്. സലിംകുമാറിന് ആദരസൂചകമായി KMCN ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. മലയാളി പ്രേക്ഷകരെ കുടുകുടിച്ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച നടൻ സലിംകുമാർ വിടവാങ്ങി. 56 വയസ്സായിരുന്നു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. നേരത്തെ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായ സലിംകുമാർ ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. മിമിക്രിയിലൂടെ കലാരംഗത്ത് സജീവമായി. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായി. 1996 ഇതിഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രത്തിലെ നായിക കഥാപാത്രം സലിംകുമാറിന്റെ അഭിനയശേഷി വിളിച്ചോതുന്നതായിരുന്നു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ 2ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലിംകുമാറിന് ലഭിച്ചു. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും 2010 മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കറുത്ത ജൂതൻ ഉൾപ്പെടെ 3 സിനിമകളിൽ സംവിധായകൻ എന്ന നിലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. കറുത്ത ജൂതന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു. കറുത്ത ജൂതന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് സലിംകുമാറായിരുന്നു. 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായാണ് സലിംകുമാറിന്റെ ജനനം. ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാലിയങ്കര SNM കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനിടെയാണ് മിമിക്രി രംഗത്തേക്ക് കടന്നുവന്നത്. മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനത്തിനിടെ MG സർവകലാശാല കലോത്സവത്തിൽ മിമിക്രി മത്സരത്തിൽ 3 തവണ വിജയായി. അക്കാലത്ത് മലയാളത്തിലെ മിമിക്രിയിലൂടെ പ്രധാന കേന്ദ്രമായിരുന്ന കൊച്ചിൻ കലാഭവനിലെത്തിയതാണ് സലിംകുമാറിന്റെ കലാജീവിതത്തിലെ വഴിത്തിരിവായത്. മെലിഞ്ഞ രൂപവും ഹാസ്യരസം മിന്നിമാറുന്ന മുഖവും പ്രത്യേക ചിരിയുമായി സലിംകുമാർ ആരാധകരെ കയ്യിലെടുത്തു. കോമിക്കോള എന്ന ടെലിവിഷൻ ഹാസ്യ പരിപാടിയിലെ പ്രകടനം വെള്ളിത്തിരയിലേക്ക് വഴി തുറന്നു. സുനിധയാണ് ഭാര്യ. നടൻ ചന്തു, ആരോമൽ എന്നിവരാണ് മക്കൾ. ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വൈകിട്ട് നടക്കും.